നാണം കൊണ്ടും പുരുഷന്മാർ തങ്ങളെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയം കൊണ്ടും സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന 9 കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും, ഇല്ലെങ്കിൽ പ്രണയിക്കുന്ന സ്ത്രീ എന്താണ്, ഒരു സ്ത്രീയുടെ മനസ്സെന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനൊക്കെ പുരുഷന്മാർക്ക് കഴിയുള്ളൂ. സ്ത്രീയും പുരുഷനും സമാന്തര രേഖകളാണ് എന്നും പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ 2 കൂട്ടരുടെയും ചിന്തകളിലുള്ള വ്യത്യാസവും പരസ്പരം മനസ്സിലാക്കാനുള്ള ആ കഴിവുകേട് പലപ്പോഴും വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ എന്താണ്, സ്ത്രീ ഒരു പ്രഹേളികയാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം സ്ത്രീ മനസ്സിലെ ലൈംഗികതയെക്കുറിച്ചുള്ള ഫാൻറ്റസികളാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക കാര്യങ്ങളിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആശയങ്ങളും ചിന്തകളും ഒക്കെയുണ്ട്. ഇവർ സ്ത്രീകൾ ദിവാസ്വപ്നത്തിൽ മുഴുകുന്നവരാണ്, ഒരുപാട് ഭാവനയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പങ്കാളി അല്ലെങ്കിൽ തൻ്റെ കാമുകൻ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് എങ്ങനെയൊക്കെ ലൈംഗിക കാര്യങ്ങളിൽ തങ്ങളോട് ഇടപഴകണം, ഏതൊക്കെ തരത്തിൽ തൻ്റെ ശരീരത്തിൽ സ്പർശിക്കണം, എങ്ങനെയൊക്കെ സ്നേഹിക്കണം, തന്നെ അവൻ്റേത് മാത്രമാക്കി നിലനിർത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ നിരവധി ചിന്തകൾ സ്ത്രീകളുടെയൊക്കെ മനസ്സിൽ കടന്നുകൂടാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ഏതൊരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക താല്പര്യങ്ങൾ ഒരു മൃഗത്തിൽ എങ്ങനെ ഉണരുന്നുവോ, അല്ലെങ്കിൽ ലൈംഗിക ചോദന ഒരു മൃഗത്തിൽ എങ്ങനെ ഉണരുന്നുവോ അതേ രീതിയിൽ എല്ലാ മനുഷ്യരിലും ഉണരാറുണ്ട്, സ്ത്രീയിലും പുരുഷനിലും ഉണരാറുണ്ട്. അപ്പോൾ ഈ ഒരു താല്പര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു വ്യക്തിയിൽ ഉണരുന്ന പ്രത്യേക ലൈംഗിക മോഹങ്ങളോ താല്പര്യങ്ങളോ പങ്കാളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷൻ ഇതെങ്ങനെയാണ് നീ അറിഞ്ഞത്, നിന്നെ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, കൂട്ടുകാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കുത്തിയുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ നേരിടാനുള്ള ഭയം നിമിത്തവും പലപ്പോഴും സ്ത്രീകൾ അവരുടെ മനസ്സിലുണരുന്ന ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളും ചിന്തകളും ഒക്കെ അടക്കി വയ്ക്കാറാണ് പതിവ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലൈംഗിക സംശയങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. കന്യാചർമ്മത്തെ മുതൽ പുരുഷൻ്റെ ഉദ്ധൃതികമായ അല്ലെങ്കിൽ രാവിലെ ഉണർന്നിരിക്കുന്ന ലിംഗം, അല്ലെങ്കിൽ പുരുഷ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സ്ത്രീകൾക്ക് സംശയമുണ്ട്. പക്ഷേ ഈ സംശയമൊക്കെ നാണനിമിത്തം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചാൽ തന്നെ എങ്ങനെ കണക്കാക്കും എന്നൊക്കെ ധരിച്ചിട്ട് സാധാരണഗതിയിൽ സ്ത്രീകൾ പുരുഷന്മാരോട് തുറന്ന് പറയാറില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാരിൽ നിന്ന് അവരുടെ ജീവിതത്തിലെ യഥാർത്ഥ മോഹങ്ങൾ, താല്പര്യം, ചിന്ത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് ഒരു മുഖം മൂടി അണിഞ്ഞാണ് ജീവിക്കുന്നത്. അതിന് കാരണം താൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തന്നെ എങ്ങനെ കണക്കാക്കുമെന്നൊരു ഭയം ഇവരുടെ മനസ്സിലുണ്ട്. അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾക്ക് പലർക്കും തങ്ങളുടെ ശരീരത്തെക്കുറിച്ച് തന്നെ ഒരു അപകർഷതാ ബോധമുണ്ട്. അവരുടെ പല്ലുകൾ, ചിരി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഷേപ്പ്, പലപ്പോഴും കവികളൊക്കെ വർണ്ണിച്ച് കേട്ടിരിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിൻ്റെ അഴകളവുകൾ, ഈ ഹണി റോസിനെ പോലെയൊക്കെയുള്ള ഇങ്ങനെ ഉള്ള ഷേപ്പ്, ഇത്തരത്തിലുള്ള ശരീരത്തെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് ഷേപ്പുകളെ കുറിച്ചൊക്കെ പലപ്പോഴും കേട്ടിട്ടും വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ തൻ്റെ ശരീരം അങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇത് ഇവരിൽ അപകർഷതയായിട്ട് ഒരുപാട് ആളുകളിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടായ സ്കിൻ അലർജി, ശരീരത്തിലുള്ള ഓരോ മുറിവുകൾ, അസ്ഥാനത്തുള്ള ചില മറിവുകൾ, പാടുകൾ, ഇങ്ങനെ നിബന്ധത്തിൻ്റെ ഭംഗി, ചെറിയ മാറിടം അല്ലെങ്കിൽ വലിപ്പത്തിൽ കൂടിയ മാറിടം, ഇത്തരം കാര്യങ്ങളൊക്കെയും സ്ത്രീയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അപകർഷത സൃഷ്ടിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവരിതൊന്നും തൻ്റെ ഭർത്താവിനോട് മാക്സിമം പറയുവാനായിട്ട് ശ്രദ്ധിക്കാറില്ല. നമുക്കൊക്കെ അറിയാം, രഹസ്യ ഭാഗങ്ങളിൽ മറിവുണ്ടാകുന്നതിനൊക്കെ പഴയ കാലത്തേക്ക് ഓരോരുത്തരും ഓരോ അർത്ഥമാണ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശരീരത്ത് ഉണ്ടാകുന്ന മറുകുകൾ, കാക്കപ്പുള്ളികളൊക്കെ പലപ്പോഴും മറച്ചു വെക്കാനുള്ള ഒരു താല്പര്യം
അല്ലെങ്കിൽ മറച്ചു വെക്കാനുള്ള ഒരു പ്രവണത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ സ്ത്രീകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവരുടെ ശരീരത്തിൽ, ഇപ്പം നമുക്കൊക്കെ അറിയാം സ്കിൻ ഡിസീസ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്താ ചുണങ്ങ്, ഇതൊക്കെ സ്കിൻ ഡിസീസിലുള്ളതാണ്. അപ്പം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വെജനൽ ഇൻഫെക്ഷന് ഇതൊക്കെ ഉണ്ടെങ്കിലും സ്ത്രീകൾ മാക്സിമം ഇത് പുരുഷനിൽ നിന്ന് ഒളിച്ചു വെക്കാനുള്ള ഒരു പ്രവണത കാണിക്കാറുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മതപരമായ കാര്യങ്ങൾ പല കാര്യത്തിൽ അവർക്ക് യാതൊരു താല്പര്യവും കാണുകയില്ല. അല്ലെങ്കിൽ ഉപവാസം എടുക്കുക, പ്രാർത്ഥന നടത്തുക, അല്ലെങ്കിൽ സ്ഥിരം ധ്യാനത്തിൽ പോവുക, അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക, ഇതൊന്നും താല്പര്യം ഉണ്ടായിരിക്കില്ല. പക്ഷെ പങ്കാളികൾ, ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങൾ തങ്ങളെ മോശക്കാരായിട്ട് തെറ്റിദ്ധരിക്കുമോ, ഇത് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കുമോ എന്നുള്ള പേടി കൊണ്ടും നാണം കൊണ്ടും, അല്ലെങ്കിൽ സൊസൈറ്റി മോശക്കാരായിട്ട് ചിത്രീകരിക്കുമോ എന്നുള്ള ആ ഒരു പേടി, നാണക്കേട്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഭക്തിപരമായ കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങുകയും അത്യുത്സാഹത്തോടെ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. യഥാർത്ഥത്തിൽ പല സ്ത്രീകൾക്കും ഇത്തരം കാര്യങ്ങളൊന്നും താല്പര്യമുണ്ടാകുകയില്ല. അതുപോലെ പലപ്പോഴും സ്ത്രീകളുടെ രഹസ്യ മോഹങ്ങളാണ് ഭർത്താവുമായിട്ട് നല്ല രീതിയിലുള്ള ലൈംഗിക ബന്ധം അല്ലെങ്കിൽ വദന രീതി ചെയ്ത് കിട്ടുക, ഇതൊക്കെ. പക്ഷേ ക്രൈസ്തവ വിഭാഗത്തിൽ പ്രത്യേകിച്ചുള്ള ചില മതവിശ്വാസങ്ങൾ കൊണ്ട് അത് പാപമാണ്, മോശമാണ്, സെക്സ് തന്നെ പാപമാണ് എന്ന് ധരിച്ചു വെക്കുന്ന ആ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പല സ്ത്രീകൾക്ക് ഇതൊക്കെ നിഷേധിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ത്രീകൾക്ക് ഈ മതത്തിൻ്റെ അതിര് കടന്ന വ്യക്തി ജീവിതത്തിലും ലൈംഗികതയിലുമുള്ള കടന്നുകയറ്റത്തിനോട് വളരെ വെറുപ്പാണ്. പക്ഷേ ഇവരിതൊരിക്കലും പുറത്ത് പറയുകയോ കാണിക്കുകയോ ചെയ്യുക ഇല്ല എന്നൊരു പ്രത്യേകതയാണ്. അതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യം, സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല, സ്ത്രീക്കും പുരുഷനും സ്വത്തിൽ തുല്യ അവകാശം നൽകാത്ത ചില മതപരവും സാമൂഹികമായ വ്യവസ്ഥിതികൾ, ഇതിനോടൊക്കെയും സ്ത്രീകൾക്ക് ശക്തമായ അമർഷമുണ്ട്. അതുപോലെ ഒന്നിലേറെ ഭാര്യമാരെ സ്വീകരിക്കുന്ന ചില മതവിഭാഗക്കാരുടെ ചില ആളുകളുടെ ഇടയിലുള്ള ആ വിശ്വാസം, പുരുഷന്മാരിലെ നടത്തുന്ന സുന്നത്ത്, സ്ത്രീകളിലെ ചേലാകർമ്മം, ഇത്തരം കാര്യങ്ങളും പലപ്പോഴും സ്ത്രീകൾക്ക് യാതൊരു താല്പര്യമില്ല. അതുപോലെ ഇങ്ങനെ പർദ്ദയിട്ട് നടക്കുക, തട്ടമിടുക, ഇതൊക്കെ അവർ സ്ഥിരമായിട്ട് എനിക്കിത് ഭയങ്കര താല്പര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഈ പുരുഷൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ, മറ്റുള്ള തന്നെ മോശമാണെന്ന് പറഞ്ഞ് തനിക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പല സ്ത്രീകളും ഈ നോമ്പ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിൽ ഇഷ്ടം തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ കാണും. അതായത് പുരുഷൻ്റെ മനോഹരമായ താടി, അവൻ്റെ പുരുഷന്മാർക്ക് സാധാരണഗതിയിൽ അങ്ങനെ നീണ്ട മനോഹരമായ വിരലുകളൊന്നും കാണാറില്ല. എന്നാൽ കലാകാരന്മാരായിട്ടുള്ള പുരുഷന്മാർക്കൊക്കെ അത്തരത്തിലുള്ള കൈവിരലുകൾ കാണും. അവരുടെ മനോഹരമായ ചുണ്ട് അല്ലെങ്കിൽ താടി, ഇവരുടെ ശരീരത്തിൽ ഒത്തിരി രോമരാജികൾ നിറഞ്ഞു നിൽക്കുക, വളരെ വിരിഞ്ഞ നെഞ്ച്, അല്ലെങ്കിൽ അവരുടെ ലൈംഗിക അവയവങ്ങളുടെ ചില പ്രത്യേകത, ഇതൊക്കെ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാലും സാധാരണഗതിയിൽ സ്ത്രീകൾ ഇതൊന്നും പുരുഷന്മാരോട് പറയാറില്ല. അത് നാണം കൊണ്ടുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ തുറന്ന് പറയുന്നത് ശരിയാണോ, മോശമായിട്ട് അല്ലേ ചിത്രീകരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വിവാഹം കഴിഞ്ഞിട്ട് കുറേ കാലമാണെങ്കിലും ആയിട്ടുണ്ടെങ്കിലും പല സ്ത്രീകളും ഇത്തരം കാര്യങ്ങൾ പുരുഷന്മാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് ഉണ്ടെങ്കിൽ പോലും അവർ ഒരിക്കലും തൻ്റെ പങ്കാളിയായിട്ട് പങ്കുവയ്ക്കുകയില്ല. അടുത്തൊരു പ്രശ്നമാണ്, ഞാൻ പറഞ്ഞു, സ്ത്രീകൾക്ക് സംബന്ധിച്ചിടത്തോളം പലർക്കും പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്, ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ. പക്ഷെ പലപ്പോഴും സ്ത്രീകൾ ഈ ഒരവസ്ഥ മറച്ചു വയ്ക്കാറാണ് പതിവ്. പ്രത്യേകിച്ച് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ. ഇപ്പോൾ നിങ്ങൾ സിനിമാ നടി മമതയുടെയൊക്കെ ഉദാഹരണം കേട്ടാൽ അറിയാം. രോഗബാധ അല്ലെങ്കിൽ രോഗബാധിതരായെന്ന് അറിഞ്ഞപ്പോഴേക്കും അവരുടെ പങ്കാളികൾ ഇട്ടേച്ചു പോയി. ഇത് നിത്യജീവിതത്തിൽ ധാരാളമായിട്ട് സംഭവിക്കാറുണ്ട്. അപ്പം തനിക്കൊരു രോഗമാണ് എന്ന് പറയുമ്പോൾ തന്നോടുള്ള ലൈംഗിക താല്പര്യം പോകുമോ, ചികിത്സിക്കാൻ ഒരുപാട് പൈസയാവുമോ, ഭർത്താവിനും കുട്ടികൾക്കും വീട്ടിലെ കാര്യങ്ങൾ പലതും ചെയ്തു കൊടുക്കുന്നതിന് തടസ്സം വരും. അതുപോലെ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കീമോ എടുക്കേണ്ടി വരുമ്പോൾ മുടി പൊഴിയുക, ഇനി മാറുടെ സ്ഥലം മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വരിക,
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പലവിധ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ ഈ ഇത്തരത്തിലുള്ള തങ്ങളുടെ പ്രശ്നം അവർക്ക് അറിയാമെങ്കിലും മറച്ചു വയ്ക്കുകയാണ് പതിവ്. അതിനുശേഷം ഒരു തരത്തിലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ, വേദന സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ് സ്ത്രീകൾ തൻ്റെ ഈ ശാരീരികമായ അവസ്ഥ തൻ്റെ പങ്കാളിയോട് പറയുന്നത്. അവർ ഒന്നാമതായിട്ട് ഭയപ്പെടുന്നത് താൻ രോഗിയാണ്, നിത്യരോഗിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭർത്താവിന് ലൈംഗിക താല്പര്യം നഷ്ടപ്പെടും, തൻ്റെ സൗന്ദര്യം പോകും, പിന്നെ വിവാഹ ജീവിതത്തെ ബാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഭയം നിമിത്തവും പലപ്പോഴും സ്ത്രീകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൻ്റെ പങ്കാളിയിൽ നിന്ന് അല്ലെങ്കിൽ പുരുഷന്മാരിൽ നിന്ന് മറച്ചു വയ്ക്കാറാണ് ഉള്ളത്. ഇനി മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഒക്കെ മൂത്തിട്ട് അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പങ്കാളി തങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്നുള്ള ഭയമൊക്കെ നിമിത്തം പങ്കാളിയോട് പറയാറില്ല. പലപ്പോഴും മരുന്ന് മുടക്കാറുണ്ട്, മരുന്ന് ആരും കാണാതെ കഴിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ചില സ്വഭാവ സവിശേഷതകളൊക്കെയും സ്ത്രീകൾ നാണം കൊണ്ട് പുരുഷന്മാരിൽ നിന്ന് മറച്ചു വെക്കാറുണ്ട്. അതുപോലെ സ്ത്രീകളിൽ അവരുടെ ശരീരത്തിൻ്റെതായ പലവിധ പ്രത്യേകതകൾ, അവരുടെ മനസ്സിൻ്റെ ചിത്ത മോഹങ്ങൾ, രതിമോഹങ്ങൾ, രതി വൈകൃതങ്ങൾ, അവരാഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം പുരുഷന്മാരിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള അഭിനയമാണ് പലപ്പോഴും പുരുഷന്മാരുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള സ്വഭാവത്തെക്കുറിച്ച് പുരുഷന്മാരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ പലപ്പോഴും വിഡ്ഢിവേഷം കിട്ടുകയായിരിക്കും. സ്ത്രീകൾ നിങ്ങളുടെ ഈ കളികൾ കണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരു തരത്തിൽ ബഫൂണാക്കുന്നത് കണ്ട് അവരുള്ളിൽ ചിരിക്കുകയാണ് ചെയ്യുന്നതെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ സ്ത്രീയുടെ ഒരു മനഃശാസ്ത്ര വശങ്ങളാണ്. അപ്പം നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ മനഃശാസ്ത്ര വശങ്ങൾ കൂടെ മനസ്സിലാക്കിയിരിക്കുക.